ഗൈസ്, ഇന്ന് കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ഞാൻ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഡ്രോയിങ് വരയ്ക്കാൻ അറിയാം, നന്നായിട്ടറിയാം. അത് മാത്രമല്ല, ഡ്രോയിങ് സാർ പറഞ്ഞിട്ട് സാറുണ്ട്, ഞങ്ങളുടെ സ്കൂൾ സാറാണ്. ഞാൻ പഠിക്കുന്നത് ഗുരുകുലം BSS ഗുരുകുല ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടുത്തെ ഡ്രോയിങ് സാറാണ്. എനിക്ക് ഓരോ മത്സരത്തിന് എന്നെ ചേർത്തിയിട്ടുണ്ട്. അതിലൊക്കെ പോയി കുറേ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ വരച്ച ചിത്രങ്ങളുമാണ്. എനിക്ക് ഒരു ഫയലും ഒരു ഡ്രോയിങ് ബുക്കും ഉണ്ട്. അതിൽ ഞാൻ എന്തൊക്കെ വരച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഫയലാണ് കാണിച്ചു തരാം. ഫയലിലാണ് കേട്ടോ എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ. അത് കാരണമാണ് ഞാൻ ഫയൽ എടുക്കുന്നത്. അതിലിതോ ഞാനങ്ങനെ കാണിച്ചു തരും. ഫയലും ഇതൊക്കെ നിറഞ്ഞിട്ടൊന്നുമില്ല, പകുതിയായിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ ആദ്യം നിങ്ങൾ ഇത് ഇതാണ് കേട്ടോ സർട്ടിഫിക്കറ്റ്. കേട്ടാ നേരെ പിന്നെ എന്തൊന്നും എടുത്ത് കാണിച്ചാൽ സ്പെക്ട് അല്ല, അങ്ങനെയല്ല കാണാൻ കറക്റ്റായിട്ട് അല്ലേ. ഇതാ ജാനവി P, 3rd B, BSS ഗുരു അല്ല, ചിത്രരചന ജാർസ്. ഓക്കെ, ചിത്രം വരച്ചതിനാണ്, അത് അറിഞ്ഞാൽ മാത്രം മതി. ദാറ്റ് ഈസ് ബെറ്റർ. കലോത്സവം VR മോൺസ്റ്റേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ കലോത്സവം VR മോൺസ്റ്റേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കിതിവിടെ കുറേ കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ആദ്യത്തെയാണിത്. അല്ല, ഇതൊന്ന് വേറെയൊക്കെ എടുക്കാൻ പറ്റാത്ത പോലെ അച്ഛനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അത് തന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് കാരണം അച്ഛന് അങ്ങനെ നോക്കിക്കൊള്ളുക. കണ്ടോ, ഇതും വേറൊരു മത്സരത്തിന് പോലെ കിട്ടിയതാണ്. കണ്ടോ, ഇത് ഞാനൊരു മത്സരത്തിന് പോലെ കിട്ടിയതാണ്. ഇത് ഡാൻസ് കളിച്ചിട്ടില്ലാണ്. അയ്യോ, ഞാൻ ചിത്രം കാണിച്ചിരുന്നു. ഞാൻ ആദ്യം നിങ്ങൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് കാണിച്ചത്. ഇതും വേറെ ഒരു ഇതിന് പോയിട്ട് കിട്ടിയതാണ് കേട്ടോ, ഡ്രോയിങ് മത്സരത്തിൽ നിന്ന്. ഇതും ഡ്രോയിങ് മത്സരം. ഇതും ഡ്രോയിങ് മത്സരത്തിന് പോയിട്ട് കിട്ടിയതാണ്. ഇവയ്ക്ക് ക്ലാസ് ഫോട്ടോ ഒക്കെയാണ്. ഇതൊന്നും ഞാൻ കാണിച്ച് തരുന്നില്ല, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഇനി നമുക്ക് ഡ്രോയിങ് വരച്ചതിലേക്ക് പോവാം. കാണിച്ചെന്നാ. ഓക്കെ, ഫസ്റ്റ് ചിത്രം ഞാൻ വരച്ചത് ഇതാ, കണ്ടോളൂ. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് ചിത്രം വരച്ചതാണ്. സെക്കൻഡ് ചിത്രം അയ്യോ ഞാനേ കാണുന്നത്. സെക്കൻഡ് ചിത്രം ഞാൻ യൂണിക്കോണിനെ വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഞാനൊന്നും ട്രേസ് എടുത്തതൊന്നും അല്ല, അതൊക്കെ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ വരച്ചതാണ്. ഒന്നും ട്രേസ് ഒന്നും എടുത്തിട്ടില്ല. ട്രേസ് ഒന്നും നോക്കി എടുക്കലൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിലൊന്ന് വരച്ചത്. ഇതൊന്നും ഇല്ല, അതൊക്കെ ഞാൻ അപ്പുറത്തെ വരച്ചതാണ് കേട്ടോ. ഇത് ഞാൻ വരച്ചതാണ്. എൻ്റെ കണ്ണിനെല്ലാം പോകും. ഇതിങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ്. ആദ്യമൊന്നും അത്ര ഭംഗിയില്ല കേട്ടോ. അതാണ് അത്ര ഭംഗിയില്ലാത്തതാണ് ഇതൊക്കെ കേട്ടോ. ആദ്യത്തെ ഒന്നും അത്ര ഭംഗിയില്ലാത്ത കുറച്ച് പൂള സംഭവങ്ങളാണ്. ഓക്കെ, അടുത്തത് തൊട്ടാണ് സൂപ്പർ വരാൻ പോകുന്നത്. 3, 2, 1 സ്റ്റാർട്ട്. ഇതാ, ഇതൊന്നും ഞാൻ ട്രൈ
പൈസ എടുത്തതോ നോക്കി വരച്ചതോ അല്ല. അങ്ങനെ ഭയങ്കര ഇത് അടുത്തതാണ്. കണ്ടില്ല കണ്ടോ രസമില്ലേ വീട്? എനിക്കിഷ്ടമായിട്ടോ. പിന്നെ ഇത് പിന്നെ വീട് സിമ്പിളാണ്. ഇത് ഭംഗിയുള്ള ചിത്രം വീടയാണ്. അയ്യോ അയ്യോ ദിസ് ഈസ് ഇതാണ് കേട്ടോ. പിന്നെ അടുത്തത് രസമുണ്ട്. അത് അത്ര രസമൊന്നും ഇല്ല, ബട്ട് രസമൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ പിന്നെ ഇതാണ് കണ്ടോ, അങ്ങനെ ഒരു ചിത്രം വരച്ചതാണ് കേട്ടോ. ഞാനെന്താ കുളിക്കാത്ത പോലെ ഇരിക്കണമെന്നല്ലേ? ഞാൻ മേലൊക്കെ കഴുകിയതാണ്, പക്ഷെ കാണുമ്പോൾ കുളിക്കാത്ത പോലെ ഉണ്ട്. മറ്റൊന്നും നല്ല രസമുള്ള ഒരു ചിത്രമാണ് കണ്ടോ. ഇത് ഫയലിലാണ്, എനിക്ക് ബുക്കും ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് ഇതൊക്കെ കാണേണ്ടതാണ്. ഈ കറുപ്പ് കളറൊക്കെ അപ്പുറത്തെയാണ് ഗൈസ്. പിന്നെ ഇത് കണ്ടോ കണ്ടോ ഇതൊക്കെ ആയിട്ടോ. ഇതിലേക്ക് ഭയങ്കര എൻ്റെ അച്ഛനും നന്നായിട്ട് വരയ്ക്കാൻ അറിയാം കേട്ടോ. എന്നെക്കാട്ടിലും നന്നായിട്ട് വരയ്ക്കാൻ അറിയാം. അമ്മയ്ക്ക് അത്ര അറിയില്ല. അമ്മയ്ക്ക് പക്ഷെ ഡാൻസിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അമ്മ പഠിച്ചിട്ടില്ല ഡാൻസ്, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് അച്ഛന് നന്നായിട്ട് ഇതിനെക്കാട്ടിലും സൂപ്പറായിട്ട് വരയ്ക്കാൻ അറിയാം. അതിൻ്റെ ഒരു കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. ഇതാ വീഡിയോ ഒന്നാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ഒന്നും വരച്ചിട്ടില്ല, ഹാപ്പി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അടുത്തതിൽ അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഹാപ്പി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒക്കെ സർട്ടിഫിക്കറ്റ്സാണ്. ഇനി ഞാൻ കാണിച്ചു തരാം എന്താണ് മുമ്പ് പറഞ്ഞത്. ഓർമ്മയുള്ള അവർക്ക് എന്താണ് മനസ്സിലായി കാണും. അതൊന്നെങ്ങനെ പെട്ടില്ല ഇങ്ങനെയല്ലേ നടയത്തെ. 1 മിനിറ്റ് കാണിച്ചു തരാം. ഞാനങ്ങനെ എനിക്ക് സെക്കൻഡ്സ് കളയാണ് കേട്ടോ. ഇങ്ങനെ അടയ്ക്കാം. നോക്കാമല്ലോ. അയ്യോ അതിങ്ങനെ കട്ടെ. ഓക്കെ ഇപ്പം ശരിയായി. ഇനി ഞാൻ എന്താ കാണിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണില്ലേ? ഞാൻ കറങ്ങുന്ന ചേർന്നാണ് ഇരിക്കുന്നത്. ഓക്കെ നമുക്ക് ഇനി അടുത്തത് ഡ്രോയിങ് ബുക്കാണ്. ഇതിനൊന്നും സർട്ടിഫിക്കറ്റ്സും സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ല. ചിത്രം തന്നെ നല്ല ഭംഗിയുള്ള ചിത്രമാണ്. കണ്ടോ ഇത് ഭയങ്കര ഇഷ്ടമായ ചിത്രമാണ്. കണ്ടോ ഇവിടെ ഒരു കുട്ടി, ഇവിടെ കുറേ നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഇതില്ലാത്ത ഒരു അത്ര ഇങ്ങനെ ഇതായിട്ടൊന്നുമില്ല. ഇത് പിന്നെ ഒരു ഐസ്ക്രീമാണ്. കണ്ടോ ഇതിൻ്റെ ഇത് കണ്ടോ ഓരോ ഡെക്കറേഷനാണ്. അത് ഞാൻ അങ്ങനെ ഫുള്ളായിട്ടൊരു കളർ കൊടുക്കാൻ വിചാരിച്ചതാണ്. പെട്ടെന്ന് എൻ്റെ കൈ തട്ടി ഇങ്ങനെയായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. കുറേ പേജുകളൊക്കെ എൻ്റെ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ കുറേ അല്ല, ഒരു പേജ്. ഓക്കെ പിന്നെ എന്നെ വരച്ചത് ഈ ഒരു ചിത്രമാണ് കണ്ടോ. ഇങ്ങനെ നിൽക്കേണ്ടത് എന്തോന്ന് എനിക്കും അറിയില്ല, പക്ഷെ ഞാൻ വരച്ച് പൊട്ടി വെച്ചതാണ്. പിന്നെ എനിക്ക് പേര് കയറിയിട്ട് പിന്നെ എന്തൊക്കെയോ അടുത്തതാ എന്താണ് ദ കിങ് ഓഫ് ദ ഫ്രൂട്ട്. മാംഗോ അല്ല കിങ്. അത് തന്നെ ഞാൻ വെറുതെ അത് ഇവിടെ ബാക്ക് അത് ഞാൻ വാട്ടർ കളർ കൊണ്ട് ഇവിടെ ഒക്കെ ഇതായിപ്പോയി. അത് കാരണം ഞാൻ വെറുതെ ഒന്ന് വരച്ച് വെച്ചതാണ്. പിന്നെ ഇതാണ് കേട്ടോ. അയ്യോ ഞാൻ തരച്ചിട്ടൊക്കെ കാണിച്ചു തരാം.
ഓക്കെ, പിന്നെ ഇതാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. രസമായിരിക്കും. പിന്നെ ഇതാണ് കേട്ടോ. നല്ല രസമുള്ളതാണ് വരാൻ പോകുന്നത്. ഈ പോകണം പിന്നെ ഇതാണ് രസമുണ്ട്. അത് രസമൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. കണ്ട ഇവിടെ കൊട്ടാരമുണ്ട്, എന്താണിത്, മെർമെയ്ഡുണ്ട്, ഷിപ്പുണ്ട്, വള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ് കേട്ടോ. അത് കുറേ മീനുകൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ആ ചെടികളുണ്ടാവില്ലേ, അതൊക്കെ വരച്ചിട്ടുണ്ട് ഗായ്സ്. ഇഷ്ടപ്പെട്ടോ? ഞാനൊരു ദിവസം ഹോം ടൂർ ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത പിക്ചർ ഇതാണ് കണ്ടോ, നല്ല രസമില്ലേ? താഴത്തെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ പിക്ചറല്ല, ഇതല്ല, ഇത് ഈ കുഞ്ഞി ഈ സൈഡ് കാണുന്ന ഈ ഒരു ഇതില്ലേ ബൊമ്മ, ഞാൻ തന്നെ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതൊരു ചിത്രമാണ്, ഇത് രസമുള്ള ഒരു ചിത്രമാണ്. ഇതാണ്, ഇതും ഭയങ്കരമായിട്ട് നല്ല രസമുള്ള ചിത്രങ്ങളാണ്. ഇതിൽ പ്രാവുണ്ട്, മറ്റേ ജ്യൂസ് കുപ്പിയുണ്ട്, റെയിൻബോ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഒരു പെൺകുട്ടി കടയും പിടിച്ച് പോകുന്നതുണ്ട്. ഉണ്ട് ഗൈസ്. പിന്നെ അതൊരു പ്രാവ് ഇങ്ങനെ വരച്ചതാണ് കേട്ടോ. പിന്നെ ഇതോ കുഴപ്പമില്ലാണ്ട് അങ്ങനെയൊക്കെയോ വരച്ചതാണ് ഞാൻ. അയ്യോ, ഞാനിത് കാണിച്ചിട്ടില്ല. ഏറ്റവും ഭംഗിയുള്ളതായിട്ടൊന്നും ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇത് ഇത്തിരി കുളമായിപ്പോയിട്ടോ. ഞാൻ നോക്കി വരച്ചതല്ല, പക്ഷെ എന്തോ ഒരു ഇതുണ്ട് കണ്ടോ, കുളമായിപ്പോയി കണ്ടോ, കൊള്ളായി. കുഴപ്പമില്ല ഗൈസ്, ദൈവത്തിനെ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിലോ, നമ്മളിതൊക്കെ വീഡിയോ ഒക്കെ അവസാനമാവാറായി. ഇതിൽ ഒരു മയിൽ ക്യാരറ്റ് പിടിച്ചിട്ട് പോകുന്നതുണ്ട്, ഒരു ഡക്ക് കരയുന്നുണ്ട്, പൂക്കളുണ്ട്. എന്ത് പൂവാണ് ഇതങ്ങനെ? സൈഡിൽ സാധാ പൂക്കളുണ്ട്, മേലെ താഴെ അവിടെ ഒരു റോസ് പൂ, ഇതൊരു താമര, ലോട്ടസ്. പിന്നെ എന്താണ്, നമ്മുടെ കൃഷ്ണൻ്റെ എന്ത് ഉടക്കുലരി ഉണ്ടോ. പിന്നെ ഇത് ഞാൻ എൻ്റെ ഇത് തന്നിട്ടോ, ഇതൊരു യൂണിക്കോണാണ്. ഇതിൻ്റെ ഒരു പൗച്ചിലുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചിത്രം. ഫസ്റ്റ് അങ്ങനെയായിരുന്നു ചിത്രം, പൗച്ചിലത്തെ ചിത്രം ഇതായിരുന്നു. ഇത് മാത്രമാണ് നോക്കി വരച്ചതാണ്. അടുത്തത് ഇപ്പോൾ വരാൻ പോകുന്നു. ഇപ്പോൾ ഒരു സാധനം വരുന്നുണ്ട്, ബാക്കിലൊരു ചിത്രമുണ്ട്. ഇവിടെ ബാക്കിലൊരു ചിത്രമുണ്ട്, നല്ല രസമുള്ള ചിത്രം കേട്ടോ, ഭയങ്കര ഇഷ്ടം. ഇത് പിന്നെ ഒരു പശുവാണ് കേട്ടോ, പശു വലിയതും പിന്നെ ഒരു കുഞ്ഞു പശുവും ആണ്. അടുത്തത് 3, 2, 1 സ്റ്റാർട്ട്. ഇതാണ് കേട്ടോ. ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് 2025 എന്നാണ്. കളറൊക്കെ പകുതി കൊടുത്തില്ല, പക്ഷെ രസമില്ലേ? കുറേ മുത്തുകളൊക്കെ ഇതേപോലെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. അവിടെ സൈഡിലാണ്. പിന്നെ അടുത്തത് ഇത് ഞാൻ ഒരു മത്സരത്തിന് പോയിട്ട് വരച്ചിട്ട് ഇവിടെ വന്നിട്ട് അച്ഛനെ കാണാൻ വേണ്ടി വരച്ചിട്ടാണ് കേട്ടോ. എന്തോ ഉണ്ട്, എന്താ വട്ടമൊക്കെ പറിച്ചിട്ടുണ്ട് ഒരു കുട്ടി. ഇനി ഇതാണ് കേട്ടോ സംഭവം.
അത്ര ഭംഗിയില്ലല്ലോ ഞാൻ വരച്ചുള്ളത്. കുഴപ്പമില്ല, പക്ഷെ അടുത്തത് നല്ല ഭംഗിയായിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തൊരു സംഭവം വന്നിട്ടുണ്ടോ. നല്ല രസലേ, ഭയങ്കര ഇഷ്ടമായി. ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചതാണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ വരച്ചിട്ട് ഈ ബുക്കും എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ടും ഒരു ഇതേപോലത്തെ ഈ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഹൗസ് ടൂർ ഞാൻ അടുത്ത് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരങ്ങനെയല്ലേ അല്ലേ ലൈക്ക് ചെയ്യാൻ അയ്യോ എങ്ങനെയോ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടാറ്റാ.